ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട് അപ്പിൻ്റെ 151 എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 21 വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഒരു പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചിന്താശകലം നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം വെച്ചുകൊണ്ട് പ്രധാന വാർത്തകൾ കിടക്കുന്നു. എലിനോർ റൂസ്വെൽറ്റ് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: ഇഫ് യു ലൂസ് യുവർ ഫെയ്ത്ത് യു ലൂസ് ഓൾ. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട പോയവനെ പോലെയാകുന്നു. ഇഫ് യു ലൂസ് യുവർ ഫെയ്ത്ത് യു ലൂസ് ഓൾ. ഈ ചിന്താശകലം നമ്മുടെ ചിന്തകളിലേക്ക് ഇന്ന് രാവിലെ കടന്നു വരുത്തുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മളെ പ്രത്യാശയോടെ, നമ്മളെ സ്നേഹത്തോടെ, നമ്മളെ ധൈര്യത്തോടെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മുന്നോട്ട് നീക്കുവാൻ, മുന്നോട്ട് ജീവിക്കുവാൻ നമ്മളെ മുന്നോട്ട് തള്ളിവിടുന്നത് ഒരു വിശ്വാസമാണ്. ഇന്ന് പകല് നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ ജയിക്കും, നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ട്, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങളിന്മേലുള്ള നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് ധൈര്യപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് റൂസ്വെൽറ്റ് ഒരിക്കൽ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും ഇന്ന് രാവിലെ ആ വാചകത്തോട് ചേർന്ന് ഞങ്ങൾക്കും പറയുവാനുള്ളത്, നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാനിടയാക്കട്ടെ. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോഴും പല പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ കേൾവിക്കാരോടും പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വലുതാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്നതൊക്കെ ലഭിക്കുമെന്നുള്ള ആശയത്തിൽ യേശു ക്രിസ്തു പല പ്രാവശ്യം പലരോടായിട്ടൊക്കെ പല കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ മുഴുവനും വിശ്വാസത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വിശ്വാസം ആവശ്യമുണ്ടെന്നും ആ വിശ്വാസത്തിലൂടെ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയും. ഒരു സൈക്കിളിൻ്റെ ടയറിൻ്റെ അകത്തെ കാറ്റ് പോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ കാറ്റില്ലെങ്കിൽ നമുക്ക് ആ സൈക്കിള് എത്ര വില കൂടിയ സൈക്കിളാണെങ്കിലും നമുക്കത് ചവിട്ടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ആ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോകണമെങ്കിൽ ആ ടയറിൻ്റെ അകത്ത് കാറ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ വീല്, അതിൻ്റെ ടയറുകൾ വളരെ ബലവത്തായി തീരേണ്ടത് ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും, നമുക്ക് ചവിട്ടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാക്കട്ടെ. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ സഹായിക്കും. ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വന്ന് അത് നമ്മുടെ ജീവിതത്തിൽ ശുഭപര്യായി ആയിട്ട് അവസാനിക്കുവാനിടയാകേണ്ടതിന് വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധാകരമായിരിക്കുന്ന ചില കാൽവെപ്പുകൾ വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ അത് ജീവിതത്തിന് അത്യാവശ്യമാണ്. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തക്കൊണ്ട് ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കും. അമേരിക്കയിൽ 27 വർഷമായി താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഹോൾഡറായ ഒരു ഇന്ത്യക്കാരിയെ ഐസ് കസ്റ്റഡിയിലെടുത്തു. നോർത്ത് കരോളിനയിൽ താമസിക്കുന്ന വെങ്കിട വശം ഷെട്ടി 58 വയസ്സുള്ള ഒരു സ്ത്രീയെയാണ് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റമർ എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റഡിയിലെടുത്തത്. ഒരു സ്കൂൾ അധ്യാപികയാണ്. ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ല. എന്നാൽ 2022-23 വർഷം മാതാപിതാക്കളെ പരിചരിക്കുവാൻ ഇന്ത്യയിലേക്ക് പോവുകയും അവിടെ കോവിഡ് ആയതിനാൽ ദീർഘകാലം ഇന്ത്യയിൽ ചെലവഴിക്കുകയും ചെയ്തിട്ടാണ് മടങ്ങി അമേരിക്കയിലെത്തിയത്. അമേരിക്കയിൽ എത്തിച്ചേരുവാൻ താമസിച്ചു എന്നുള്ള കുറ്റമാണ് ഇപ്പോൾ ഐസ് ചൂണ്ടിക്കാട്ടി അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അടുത്ത നടപടികൾ എന്താണെന്ന് നമുക്ക് അറിയില്ല എങ്കിലും ഐസിൻ്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വളരെ ആശങ്കകൾ ഉളവാക്കുന്നു.
ഇന്ത്യക്കാർക്ക് മാത്രമല്ല പലർക്കും അമേരിക്കയിൽ ദീർഘവർഷങ്ങളായി താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉള്ളവർക്കും സിറ്റിസൺസിന് പോലും ആശങ്കാജനകമായ പല നടപടികളാണ് ഐസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് ജനങ്ങളുടെ ശ്രദ്ധ, മീഡിയയുടെ ശ്രദ്ധയിൽ പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സംഭവം കാണിക്കുന്നത് അടുത്ത നടപടികൾ എന്താണെന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് ശമനമില്ലാതെ തുടരുകയാണ്. അമേരിക്കൻ നിയന്ത്രിത ഹോർമോസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗതം പുരോഗമിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തി തുടരുന്നു. ഇടക്കാലത്ത് അല്പം കുറഞ്ഞിരുന്ന എണ്ണവില വീണ്ടും ഉയരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ ഗ്യാസിൻ്റെ വില വീണ്ടും ഉയരുകയാണ്. ഇറാനും ഇറാഖും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിട്ട് ചില മാസങ്ങളായി അത് അതുപോലെ തന്നെ തുടരുകയാണ്. എത്രയും വേഗം യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യുദ്ധം അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അമേരിക്കയെ നിലം പരിശാക്കുമെന്നാണ് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് സമാധാന അന്തരീക്ഷത്തിലായിട്ട് വന്ന് ചേരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പും സംയുക്തമായി നടത്തുന്ന ഒരു കൺവെൻഷനും സഭായോഗവും സെപ്റ്റംബർ മാസം 18, 19, 20 തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. സെപ്റ്റംബർ 20 ഞായറാഴ്ച രാവിലെ 9:30 മണിക്ക് ബെനഡിക്റ്റൻ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംയുക്ത ആരാധനയുടെയാണ് സമ്മേളനം സമാപിക്കുന്നത്. സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച ചിക്കാഗോയിലുള്ള ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് പ്രാരംഭ സമ്മേളനം നടക്കും. സെപ്റ്റംബർ 19 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബെനഡിക്റ്റൻ യൂണിവേഴ്സിറ്റിയിലാണ് രാത്രിയിലെ മീറ്റിംഗ് നടക്കുന്നത്. സംയുക്ത ആരാധനയും ബെനഡിക്റ്റൻ യൂണിവേഴ്സിറ്റിയിലായിരിക്കും. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ OM രാജുക്കുട്ടി, പാസ്റ്റർ സ്റ്റീവ് ജോൺ എന്നിവർ മുഖ്യ സന്ദേശം നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് FPCCയുടെ ഭാരവാഹികളായ പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ MG ജോൺസൺ എന്നിവരുമായി ബന്ധപ്പെടുക. ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി 21 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥന നടന്നു വരുന്നു. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 17 വരെയാണ് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം ആരുടെ പക്ഷത്ത് നിൽക്കും? തിരുവെഴുത്ത് എന്താ പറയുന്നത്? ദൈവം ബലഹീനന്റെ പക്ഷത്ത് നിൽക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ ഒട്ടും ഭയപ്പെടണ്ട, ബലമില്ലെന്നോർത്ത് വിഷമിക്കേണ്ട, നിന്റെ കയ്യിൽ പണമില്ലെന്നോർത്ത് വിഷമിക്കേണ്ട. നീ സേവിക്കുന്ന ദൈവം ഏറ്റവും വലിയ സമ്പന്നനാണ്. അവന്റെ വഴികൾ തികവുള്ളതാണ്, അപ്രമേയമാണ്, അഗോചരമാണ്. Confidence is believing yourself, but confidence is built on God who made you. And you understand, if this was all on me, I would ruin it in a day. But because the God of the universe is dwelling within me, He made me for such a time as this. I have authority. Wherever I go, I bring the kingdom of God here. മാറാനാഥ പ്രയർ ഫെലോഷിപ്പിൻ്റെ 40ാമത് കൺവെൻഷൻ ഓഗസ്റ്റ് 28 മുതൽ 30 വരെ നടക്കുമെന്ന് മാറാനാഥ പ്രയർ ഫെലോഷിപ്പിൻ്റെ ഡയറക്ടർ ബ്രദർ തമ്പി തോമസ് അറിയിക്കുന്നു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. 29 ശനിയും 30 ഞായറും ചിക്കാഗോയിലുള്ള സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് സമ്മേളനം നടത്തപ്പെടുന്നതാണ്. പാസ്റ്റർ സുധീർ കുറുപ്പാണ് ഈ വർഷത്തെ മാറാനാഥ കൺവെൻഷൻ്റെ മുഖ്യ പ്രാസംഗികൻ. ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ 40ാമത് വാർഷിക കൺവെൻഷൻ ഇന്ന് ആരംഭിക്കും. ഞായറാഴ്ച സംയുക്ത സഭായോഗത്തോടെയാണ് ഈ വർഷത്തെ കൺവെൻഷൻ സംയുക്ത സമ്മേളനങ്ങൾ അവസാനിക്കുന്നത്. പാസ്റ്റർ അനീഷ് കൊല്ലം, പാസ്റ്റർ ഡസ്റ്റി സ്മോൾ, സൂസൻ തോമസ് എന്നിവരാണ് മുഖ്യ പ്രാസംഗികർ. ഡോക്ടർ ടോം ഫിലിപ്പ് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകും. പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൻ്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
IPC മിഡ് വെസ്റ്റ് റീജിയൻ കൺവെൻഷൻ സെപ്റ്റംബർ 4 മുതൽ 6 വരെ സാന്റാന്റോണിയിലുള്ള ഇന്റർനാഷണൽ ബൈബിൾ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പാസ്റ്റർ റെന്നി ചെറിയാൻ, പാസ്റ്റർ അനീഷ് ഏലപ്പാറ, സിസ്റ്റർ അക്സ പീറ്റേഴ്സൺ എന്നിവർ ദൈവദിനം സംസാരിക്കും. PYPA, സഹോദരി സമാജം തുടങ്ങിയവയുടെ പ്രത്യേക സമ്മേളനങ്ങളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പാസ്റ്റർ ഷിബു തോമസ് മിഡ് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡന്റായും പാസ്റ്റർ ബെന്നി പാപ്പച്ചൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ബ്രദർ ബെസ്ലി ആലുമുട്ടിലാണ് ട്രഷറർ. IPC മിഡ് വെസ്റ്റ് റീജിയൻ്റെ കൺവെൻഷൻ സെപ്റ്റംബർ 4 തൊട്ട് 6 വരെ സാന്റാന്റോണിയോയിൽ വെച്ച് നടത്തപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഓഗസ്റ്റ് മാസം 16 തീയതി ഒക്കലഹോമയിൽ വെച്ച് നിര്യാതനായ ബ്രദർ PC എബ്രഹാം മോനി 64 വയസ്സിൻ്റെ സംസ്കാരം ഇന്നും നാളെയുമായി ഒക്കലഹോമയിൽ നടക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഒക്കലഹോമ ഷാരോൺ ചർച്ചിൽ നടക്കുന്ന മെമ്മോറിയൽ സർവീസ് നടക്കും. നാളെ ഉച്ചയ്ക്ക് 12:30 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ ഷാരോൺ ചർച്ചിൽ തന്നെ ആരംഭിച്ച് 4:30 മണിയോടുകൂടെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കും. കോട്ടയം പുത്തംപറമ്പിൽ പരേതരായ PC ചാക്കോ തങ്കമ്മ ചാക്കോയുടെ മകനാണ് പരേതനായ PC എബ്രഹാം. തോട്ടയ്ക്കാട്ട് തണുങ്ങുംപതിക്കൽ കുടുംബാംഗമായ ശാന്തിയാണ് ഭാര്യ. പാസ്റ്റർ ബ്രയൻ എബ്രഹാം, ബെൻ എബ്രഹാം എന്നിവർ മക്കളും, മറായ എബ്രഹാം, റിനീറ്റ എബ്രഹാം മരുമക്കളുമാണ്. നാട്ടിൽ കോട്ടയം IPC കഞ്ഞിക്കുഴി ഫിലദൽഫിയ സഭയുടെ മെമ്പറായിരുന്നു. ഇവിടെ ഒക്കലഹോമയിലെ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിലെ സജീവ അംഗമായിരുന്നു നിര്യാതനായ ബ്രദർ PC എബ്രഹാം. സിസ്റ്റർ സാറാമ്മ വർക്കി, പാസ്റ്റർ PC ചാണ്ടി ഫിലദൽഫിയ, പാസ്റ്റർ PC വർഗീസ് ഒക്കലഹോമ, പാസ്റ്റർ PC മാത്യു ഒക്കലഹോമ എന്നിവരും ഡാളസ് ഫിലദൽഫിയ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ PC ജേക്കബ് എന്നിവരും പരേതൻ്റെ സഹോദരങ്ങളാണ്. കോട്ടയം സ്വദേശിയായ PC എബ്രഹാം ചെറിയ പ്രായം മുതൽ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവ തൽപരനായിരുന്നു. ഞങ്ങളുടെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്ന PC എബ്രഹാമിൻ്റെ വേർപാട് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും തന്നെ ഏറ്റെടുത്തത്. അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകി സഭായോഗത്തിൽ പങ്കെടുത്ത് അതിൻ്റെ അവസാന സമയത്തേക്ക് വന്നപ്പോൾ അവിടെ കുഴിഞ്ഞ് വീണ് നിത്യത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്നാണ് ഒക്കലഹോമയിൽ നിന്നുള്ള വാർത്തകൾ ലഭിച്ചത്. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു ഗായകൻ കൂടിയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മോനി PC എബ്രഹാം. കോട്ടയത്ത് ക്രോസ് ബെയറേഴ്സ് എന്ന സംഗീത ഗ്രൂപ്പിലൂടെ ദീർഘനാളുകൾ ക്രൈസ്തവ സന്ദേശം കോട്ടയത്തും പരിസര പ്രദേശങ്ങളും പ്രചരിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ആ സംഗീത ഗ്രൂപ്പിലുണ്ടായിരുന്നു. അമേരിക്കയിലെത്തിയ ശേഷവും വിവിധ സമ്മേളനങ്ങളിൽ താൻ കൂടുന്ന സഭയിലൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകുകയും ക്രൈസ്തവ സാക്ഷ്യത്തിന് മാതൃകയായി ചെയ്തിരുന്ന പ്രിയ PC എബ്രഹാമിൻ്റെ വേർപാടിൽ ഞങ്ങളുടെ അഗാധമായിരിക്കുന്ന ദുഃഖവും വേദനയും ഞങ്ങൾ ഈ സമയത്ത് അറിയുകയും കുടുംബങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നും നാളെയുമായി ഒക്കലഹോമയിൽ നടക്കുന്ന സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് നിരവധി പേർ എത്തുന്നതാണെന്നുള്ള വിവരം അറിയുന്നു. അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനയും പ്രത്യാശയും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നിബു വെള്ളവന്താനത്തിൻ്റെ പിതാവ് ബ്രദർ VA സണ്ണി നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. 75 വയസ്സ് പ്രായമായിരുന്നു. ചർച്ച് ബോർഡിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ മീഡിയ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രഭാ സണ്ണിയാണ് ഭാര്യ. ബിനു മാത്യു, നിബു വെള്ളവന്താനം എന്നിവരാണ് മക്കൾ. അദ്ദേഹം ചർച്ച് ബോർഡിൻ്റെ അറിയപ്പെടുന്ന ഒരു അൽമായ പ്രമുഖനായിരുന്നു. സണ്ണി മഴുക്കീർ, VA സണ്ണി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. നിബു വെള്ളവന്താനം അമേരിക്ക അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അടുത്ത അപീസിന കോൺഫറൻസിൻ്റെ ട്രഷററുമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെ എല്ലാ ദുഃഖത്തിൽ ഞങ്ങൾ ഈ സമയത്ത് പങ്കുചേരുന്നു. ഡാളസിൽ വയലത്തല എരുത്തിക്കുന്ന് ലേക്ക് പരേതനായ എബ്രഹാം തോമസിൻ്റെ ഭാര്യ പെണ്ണമ്മ തോമസ് 96 വയസ്സ് നിത്യത്തിൽ പ്രവേശിച്ചു. ശവസംസ്കാരം പിന്നീട് നടത്തപ്പെടുന്നതാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ശൂരനാട്ടുള്ള പെന്തക്കോസ്ത് സെമിത്തേരിയിൽ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പെന്തക്കോസ്ത് സഭകൾ ധർണയും ഉപവാസ പ്രതിഷേധവും തുടരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെയും സഭകൾ 55 വർഷമായി ഉപയോഗിക്കുന്ന സെമിത്തേരിയാണ് ലോക്കൽ പഞ്ചായത്ത് ഈ അടുത്ത സമയത്ത് പ്രതിരോധം തീർത്തിരിക്കുന്നത്.
ശൂരനാട് പഞ്ചായത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്ത് ശവസംസ്കാര ശുശ്രൂഷകൾ അവിടെ നടത്തരുതെന്ന് ഇനി ഒരു അറിയിപ്പ് ലഭിക്കുന്നിടം വരെ അവിടെ നടത്തരുതെന്നുള്ള അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ശക്തമായിരിക്കുന്ന പ്രതിഷേധമാണ് നടക്കുന്നത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ പിന്തുണ അറിയിച്ചു. വിവിധ സഭാ നേതാക്കന്മാർ പ്രതിഷേധ സമ്മേളനത്തിലും പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ഈ സംഭവം സമാധാനപരമായി അവസാനിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യുവജനങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിന് നല്ല സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമാണെന്ന് പാസ്റ്റർ KC ജോൺ പറഞ്ഞു. കേരള സ്റ്റേറ്റ് PYPയുടെ സന്നദ്ധ സംഘടനയായ PYPA ജീസസ് ബ്രിഗേഡ് എന്ന പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പാസ്റ്റർ KC ജോൺ. സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങായി മാറുമെന്ന് PYPA പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ നെടുവേലിൽ അറിയിച്ചു. PYPയുടെ കേരള സ്റ്റേറ്റ് PYPയുടെ മറ്റൊരു സംരംഭമാണ് PYPA ജീസസ് ബ്രിഗേഡ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെട്ട് സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുവാൻ PYP എടുത്തിരിക്കുന്ന പുതിയ തീരുമാനമാണ് PYPA ജീസസ് ബ്രിഗേഡ്. അത് പാസ്റ്റർ KC ജോൺ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു. IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ കൺവെൻഷൻ 26ാമത്തെ ആനുവൽ കൺവെൻഷൻ സെപ്റ്റംബർ 4 മുതൽ 6 വരെ സൗത്ത് ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്നതാണ്. പാസ്റ്റർ ബിൽസൺ വർക്കി, പാസ്റ്റർ തോംസൺ K മാത്യു എന്നിവർ ദൈവദിനം സംസാരിക്കും. പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ റോയി വാകത്താനം എന്നിവരാണ് റീജിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റീജിയൻ്റെ കൺവെൻഷൻ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രയർ ലൈന് തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു. FPCCയുടെ മാസയോഗം, ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാസയോഗം ഓഗസ്റ്റ് 15 ബെതേൽ ചർച്ചിൽ വെച്ച് നടന്നു. പാസ്റ്റർ സാമുവൽ ചാക്കോ നേതൃത്വം നൽകി. പാസ്റ്റർ ഗ്ലാഡ്സൺ വർഗീസ്, ആൽവിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. പാസ്റ്റർ ജോർജ് K സ്റ്റീഫൻസിൻ്റെ പ്രാർത്ഥനാശീർവാദത്തോടെയാണ് ഈ മാസത്തെ മാസയോഗം സമാപിച്ചത്. FPCCയുടെ അറിയിപ്പുകൾ കൺവീനർ പാസ്റ്റർ സേവ്യർ ജെയിംസ് അറിയിച്ചു. സന്തോഷിപ്പാൻ ഇടമുണ്ടെങ്കിൽ ദൈവസന്നിധിയ മരിച്ചവരോ അവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല. അങ്ങനെ രാത്രി കാലം നാം ദൈവത്തെ ആരാധിക്കുവാൻ പോവുക. ഇന്ന് രാത്രി നാം ആരാധിക്കുവാൻ തയ്യാറാകുന്നത് വന്നതുപോലെയല്ല. ജയം പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന രാത്രിയായി, ആ സമാധാനത്തിന് മടങ്ങിപ്പോകുന്ന രാത്രിയായി പോവുകയാണ്. ഒറ്റ നിങ്ങൾ നമ്മെ നടത്തിയ വിധങ്ങൾ മാത്രം ഓർത്താൽ മതി. നമ്മെ കണ്ടികൾ മാത്രം ഓർക്കുക. അങ്ങനെ രാത്രി കാലം നമുക്ക് എഴുന്നേറ്റ് നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. CCFിൻ്റെ വാർഷിക വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 15 നടന്നു.
CCF വോളിബോൾ ടൂർണമെന്റ് ചാമ്പ്യന്മാരായി ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലി IPA സഭയുടെ ടീം തെരഞ്ഞെടുക്കപ്പെട്ടു. റണ്ണറപ്പായി മുൻ ചാമ്പ്യന്മാരായ എബനസർ പെൻഡക്കോസ്റ്റൽ ചർച്ചിന്റെ ടീമാണ്. 3-ാം സ്ഥാനത്ത് സെലിബ്രേഷൻ ചർച്ചും എത്തി. 9 ടീമുകളാണ് ഈ വർഷത്തെ ടൂർണമെന്റിൽ പങ്കെടുത്തത്. ട്രോഫിയും മെഡലുകളും അന്നേ ദിവസം വൈകിട്ട് വിതരണം ചെയ്തു. വാശിയേറിയ മത്സരമാണ് CCFന്റെ വാർഷിക വോളിബോൾ ടൂർണമെന്റിൽ വിവിധ ടീമുകൾ കാഴ്ചവെച്ചത്. CPCയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരുന്നു. CCFന്റെ ഈ വർഷത്തെ വോളിബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, കഴിഞ്ഞ വർഷത്തെ ജേതാക്കളെ എബനസർ ചർച്ചിനെ 2-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് IPA വിജയം വരിച്ചിരിക്കുക. IPA സെക്രട്ടറി റോണിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ്, ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ് IPA സെക്രട്ടറിയുടെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്നത്. എബനസർ ചർച്ചിൻ്റെ ടീമിൻ്റെ വലിയ എൻകറേജറായിരുന്ന നമ്മുടെ ബെഞ്ചമിൻ ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു. ബെഞ്ചമിൻ, യെസ്. Always do your best in encouraging what you can do. Even if it seems hopeless, do what you can. Never give up. ഇപ്പോൾ IPAയുടെ സെക്രട്ടറി റോണി നമ്മളോടൊപ്പം ചേരുന്നു. ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഫൈനലിലേക്ക് വരുന്നത് അല്ലേ? എത്ര വർഷം മുമ്പാണ്? കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പ് ആയിരുന്നു ഞങ്ങള്. അതെ. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.